السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا. ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ ഹിദായത്തിനും തഅലീമിനും മനുഷ്യ സമൂഹം ശരിയായ സൽപന്ഥാവിലാകാനും ശരിയായ വിജ്ഞാനത്തിലാകാനും ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും അന്ത്യപ്രവാചകന്റെ കാലം മുതൽ ഇന്നു വരെയും 2 അടിസ്ഥാന ഘടകങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒന്ന് വേദഗ്രന്ഥങ്ങൾ കിതാബ്, 2 മുഅല്ലിമുൽ കിതാബ് ആ വേദഗ്രന്ഥങ്ങളെ പഠിപ്പിച്ചു തരുന്ന അധ്യാപകന്മാർ, പ്രവാചകന്മാർ, ഉലമാക്കൾ ഇങ്ങനെ പോകുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനും തഅലീമിനും വേണ്ടി ഈ 2 അടിസ്ഥാന കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം ആകുന്ന പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചപ്പോൾ കൂട്ടത്തിൽ 50 സുഹ്ഫുകൾ, ഏടുകളെയാണ് അവതരിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽ സുഹ്ഫുകൾ, ഏടുകളെ കൊടുത്തയക്കുകയുണ്ടായി. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു അയച്ചപ്പോൾ സബൂർ എന്ന വേദഗ്രന്ഥത്തിലേക്ക് നൽകി. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചപ്പോൾ തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചപ്പോൾ ഇൻജീൽ എന്ന വേദഗ്രന്ഥം നൽകി.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചപ്പോൾ വിശുദ്ധ ഖുർആന്റെ വേദഗ്രന്ഥമായി നൽകി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹിദായത്തിന് തഅലീമിന് വേണ്ടി തുടക്കം മുതൽ ഒടുക്കം വരെയും രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒന്ന് കിതാബ്, രണ്ട് മുഅല്ലിമുൽ കിതാബ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വളരെ കൃത്യമായി പല സ്ഥലങ്ങളിൽ ഒരുമിച്ചും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്. അല്ലാഹു പറയാണ്, തീർച്ചയായും നാം പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. വലഖദ് അർസൽനാ റുസുലൻ വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാം വേദഗ്രന്ഥത്തെയും ഇറക്കുകയുണ്ടായി, അതുപോലെ തുലാസിനെയും ഇറക്കുകയുണ്ടായി. കാരണം ജനങ്ങൾ അനീതിയിലും അക്രമത്തിലും ആണ്ടു താഴുമ്പോൾ അവരെ നീതിയിലേക്ക്, ധർമ്മബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. എന്തുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ സമുദായത്തിന്, മനുഷ്യന് അനിവാര്യമായി തീരുന്നത്? വേദഗ്രന്ഥങ്ങളാണ് മനുഷ്യന്റെ ആദർശത്തെയും അവന്റെ കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൃത്യമായി തഹഫ്ഫുദ് സൂക്ഷിക്കുന്നത്. ലോകത്ത് ഇന്നും എന്നും ധാരാളം മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മതങ്ങളിലുള്ള മതവിശ്വാസികൾക്ക് ആദർശങ്ങളുമുണ്ട്, കർമ്മങ്ങളുമുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ ആദർശമാണ് ശരി എന്ന് അവകാശപ്പെടുകയും അതിനു വേണ്ടുന്ന തെളിവുകളും മറ്റും നിരത്തുകയും ചെയ്യും. ഓരോ സമൂഹങ്ങളും മതവിശ്വാസികളും തങ്ങളുടെ കർമ്മരേഖകളാണ് ശരി എന്ന് മനസ്സിലാക്കുകയും അതിന് അനിവാര്യമായ തെളിവുകൾ വിശദീകരിക്കുകയും ചെയ്യും. അപ്പോ വേദഗ്രന്ഥമാണ് ശരിയായ ആദർശം ഏത് എന്ന് നിജപ്പെടുത്തുന്നത്. വേദഗ്രന്ഥമാണ് ഏത് കർമ്മങ്ങളാണ് കൃത്യതയുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ തഅബീറാത്തുകൾ, ആദർശത്തിനു വേണ്ടിയും വിശ്വാസത്തിനു വേണ്ടിയും വേദഗ്രന്ഥങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന നിർവചനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ കൃത്യമായി സൂക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിയായ ആദർശവാദിയാകുന്നത്. ഇന്ന് ലോകത്തുള്ള ഓരോ മതവിശ്വാസികൾക്കും ആദർശമുണ്ട്, വിശ്വാസമുണ്ട്. ആ ആദർശമാണ് ശരിയെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആദർശത്തിൽ അവർ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ അവർ സൃഷ്ടാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്ന ഭാവനകൾ വികലമാണ്, തെറ്റാണ്. തയ്യിബ് സാഹിബ് എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഒരു ഹിന്ദു പണ്ഡിതനുമായി സംസാരിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം ദൈവവിശ്വാസിയാണ്, ദൈവത്തെ നന്നായി സമർത്ഥിക്കുന്നുമുണ്ട്, സ്ഥാപിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ദൈവം സൃഷ്ടാവാണ് എങ്കിൽ ഈ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ സൃഷ്ടാവായ ദൈവം എവിടെയായിരുന്നു? ആ ഹിന്ദു മതവിശ്വാസിയായി ഹിന്ദു പണ്ഡിറ്റ് പറയുകയുണ്ടായി, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പുഷ്പത്തിലായിരുന്നു, ആ പുഷ്പം വെള്ളത്തിലായിരുന്നു. തയ്യിബ് സാഹിബ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഇദ്ദേഹം ഏതോ വേദഗ്രന്ഥം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട് ആ വേദഗ്രന്ഥത്തിലുള്ള സൃഷ്ടാവിന്റെ സങ്കല്പമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട്, هو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين.
യഥാർത്ഥത്തിൽ വിശ്വാസത്തിലെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിന്റെ നിർവചനങ്ങളെ വളരെ കൃത്യമായി സൂക്ഷിക്കുന്നത് വേദഗ്രന്ഥങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു ആരെന്ന് നിങ്ങൾക്കറിയുമോ? അവനാണ് ആകാശഭൂമികളെ പടച്ചവൻ. 6 ദിവസങ്ങളെ കൊണ്ട് وكان عرشه على الماء. ഏതവസ്ഥയിൽ അർശ് വെള്ളത്തിലായിരിക്കുമ്പോൾ ഈ അർശ് വെള്ളത്തിലായിരിക്കുക എന്നതിനെയാണ് വേദഗ്രന്ഥങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ പുഷ്പം. കാരണം ഒരു സിംഹാസനം വെള്ളത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതിനെ പുഷ്പം എന്ന് വ്യാഖ്യാനിച്ചു. ദൈവത്തിന് ഒരു നല്ല സ്ഥാനം നൽകാൻ വേണ്ടി അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനം നൽകിയതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹു അർശിലാണ് അല്ലെങ്കിൽ ആകാശത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അത്യുന്നതനാണെന്ന് അറിയിക്കുന്ന അല്ലാഹുവിന്റെ സിഫാത്തുകളാണ് അതിൽ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടെ അർശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രകൃതായ പ്രപഞ്ചത്തിനെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹു ആധിപത്യമുള്ള പരമാധികാരിയാണ് എന്ന സൂചനയാണ്. അല്ലാഹു ആകാശ ഭൂമികളെ സൃഷ്ടിക്കുമ്പോ വകാന അർശുഹു അലൽ മാഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അധികാരവും അവന്റെ ആധിപത്യവും വെള്ളത്തിന്റെ മുകളിലും ഉണ്ടായിരുന്നു എന്ന്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ വേദഗ്രന്ഥങ്ങളുടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ നിർവചനത്തിനെ കരവിരുതങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതൊരാദർശമായി കൊണ്ടു നടക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസം കൊണ്ട് പടച്ചു. അവന്റെ അധികാരവും അവന്റെ ആധിപത്യവും വെള്ളത്തിന്റെ മേലുമാണ്. എന്തിനു വേണ്ടിയാ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഏ മനുഷ്യ സമൂഹമേ, നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളെ സുതാര്യമാക്കുന്നത്, നന്നാക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി. വലയിൻ ഖുൽത ഇന്നകും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി. ഏ മുഹമ്മദേ, നിങ്ങൾ ജനങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷം രണ്ടാമത് പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിഷേധികൾ പറയും ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇത് വ്യക്തമായ ഒരു മാരണം മാത്രമാണ്. മുഹമ്മദ് മാരണക്കാരനാണ്. മുഹമ്മദ് വിഭാവനം ചെയ്യുന്ന ഖുർആൻ മാരണമാണ് എന്ന് നിഷേധികൾ പറയും. ശരിയായ ആദർശത്തിന്റെ നിർവചനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നത് വേദഗ്രന്ഥങ്ങളാണ്. കാരണം നിർവചനങ്ങൾ മാറിക്കഴിഞ്ഞാൽ പല നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അഹ്ലി കിതാബുകൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്. തൗറാത്തിന്റെയും സബൂറിന്റെയും ഇഞ്ചീലിന്റെയും ആൾക്കാരാണ്. എന്നാൽ അവർ വേദഗ്രന്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചത് ആ വേദഗ്രന്ഥം പാടെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല. ആ വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു നിശ്ചയിച്ച ആദർശത്തിന്റെയും കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിർവചനങ്ങളെയും അടിസ്ഥാനങ്ങളെയും സ്വന്തമായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. ഖുർആൻ പറയുന്നു യുഹദ്ദിഫൂനൽ കലിമ അൻ മവാദിഇഹി ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم. വേദഗ്രന്ഥം നൽകപ്പെട്ട ഇസ്രായേൽ സന്തതികളുടെ ദുരവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. യുഹദ്ദിഫൂനൽ കലിമ അൻ മവാദിഇഹി. വേദഗ്രന്ഥങ്ങളുടെ വചനങ്ങളെ അതിന്റെ ആശയത്തിൽ
ആശയത്തിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി അവർക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ നൽകപ്പെട്ടിരുന്ന ഉത്ബോധനങ്ങളെ വിസ്മരിച്ചു കളഞ്ഞു. ഇന്നത് നിങ്ങൾ പ്രവർത്തിക്കണം, ഇന്നത് നിങ്ങൾ വർദ്ധിക്കണം, ഇതൊക്കെ അവർ പാടെ മറന്നു കളഞ്ഞു. ولا تزال تطلع على خائنة منهم إلا قليلا منهم. അല്ലാഹു മുഹമ്മദിനോട് പറയുകയാണ്, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് ആ വേദഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയവർ, മാറ്റി തിരിച്ചുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളുടെ ഉത്ബോധനങ്ങളെ വിസ്മരിച്ചു കളഞ്ഞവർ അവര് തീർച്ചയായും വഞ്ചനയിലായി കൊണ്ടേയിരിക്കും. മുഹമ്മദേ, നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അവരിൽ വഞ്ചകന്മാരെ കൂടുതലായി. ഇല്ല ഖലീലൻ മിൻഹും, അവരിൽ നിന്ന് കുറഞ്ഞ ആൾക്കാരൊഴികെ ഭൂരിപക്ഷം വരുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്ന ഇങ്ങനെയുള്ളവർ ചതിയന്മാരായിരിക്കും, വഞ്ചകന്മാരായിരിക്കും, കുതന്ത്രമുള്ളവരായിരിക്കും. ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് മതവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന യഹൂദികൾ അവരെത്ര വലിയ ചതിയന്മാരും വഞ്ചകന്മാരുമാണ് എന്ന് ദിനം പ്രതി നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും സാക്ഷിയായി കൊണ്ടേയിരിക്കുകയാണ്. വേദഗ്രന്ഥത്തിന്റെ നിർവചനങ്ങളെ, ആ വേദഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആദർശങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൽ നിന്ന് മാറ്റി തിരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ ആദർശത്തിന്റെയും കർമ്മങ്ങളുടെയും നിർവചനങ്ങളെയും അതിന്റെ അടിസ്ഥാനങ്ങളെയും വളരെ കൃത്യമായി സൂക്ഷിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഇന്നൽ ഇസ്ലാമ യുഖഫഉ കമാ യുഖഫഉൽ ഇനാഉ യഅനി അൽ ഖംർ. തീർച്ചയായും ഇസ്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടും. ഏതുപോലെ കള്ളിന്റെ പാത്രങ്ങളിൽ നിന്ന് കള്ളിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുന്നത് പോലെ. ജനങ്ങൾ മഹദി ആയിഷയോട് ചോദിച്ചു, കള്ളുപാത്രത്തിൽ എങ്ങനെയാ കള്ളുമാകുന്നത്? മഹദി ആയിഷ രഹിതങ്ങളിൽ നിന്നുള്ള ഹദീസിനെ വിശദീകരിക്കുകയുണ്ടായി. മദ്യത്തിന് മദ്യത്തിൻ്റെതല്ലാത്ത പേര് നൽകപ്പെടും. പഴയ കുപ്പിയായിരിക്കും, പക്ഷേ ആ മദ്യത്തിന്റെ കുപ്പിയിൽ മറ്റ് സീലുകൾ വെക്കപ്പെടുകയാണ്. ആ ലഹരി പദാർത്ഥങ്ങളും മദ്യവും മദ്യമല്ലാത്തതുപോലെ സർവസാധാരണമായി ഹലാല് പോലെ അതിനെ ഉപയോഗിക്കുന്ന ദാരുണമായ അവസ്ഥയുണ്ടാകും. ആയിഷ പറയുകയാണ്, മദ്യത്തിന് അതിൻ്റെതായ പേര് മാറ്റിയിട്ട് അതിനെ ഹലാലായി ഗണിക്കുന്ന അവസ്ഥയുണ്ടാകും. പണ്ടുകാലത്ത് പട്ടസാരായം അത് ഹറാമാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. ആർക്കും അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. കാലം മാറി, ജനങ്ങൾ വലിയ പുരോഗതിയിലായി. സാമ്പത്തികമായ പുരോഗതിയുടെ പേരിൽ ഭൗതികമായ ലോകത്ത് വികസനങ്ങളും വികാസങ്ങളും ഉണ്ടായി. അവന്റെ ജീവിതത്തിൽ ആർഭാടവും ആഡംബരവും കടന്നു വന്നു. അക്ഷരത്തിലുള്ള ആഡംബരം. ഈ ആഡംബരത്തിന്റെ പിന്നിൽ തങ്ങളുടെ കൂട്ടുകാരെ സൽക്കരിക്കുമ്പോൾ ആ സൽക്കാരത്തിൽ മദ്യമില്ല എങ്കിൽ ഒരു പറച്ചിൽ പോലെയായി. യഥാർത്ഥത്തിൽ ദീനിൽ ആദ്യം സംഭവിക്കുന്ന മാറ്റത്തിരുത്തല് മനുഷ്യൻ ഭൗതികമായ ആഡംബരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭൗതികമായ അതിപ്രസരത്തിൽ ഹലാലായ ഹറാമായ ധാരാളം കാര്യങ്ങളെ ഹലാലായി ഗണിക്കാൻ വേണ്ടി തുടങ്ങി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഹലാല് പോലെയായി ഗണിക്കപ്പെടുന്ന അവസ്ഥ. മ്യൂസിക് പച്ചയായ ഹറാമാണ് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥാപിതായ കാര്യമാണ്. ഇന്ന് ദീനിയായ പുരോഗതി എന്ന് അവകാശപ്പെടുന്ന ദീനീ സംവിധാനങ്ങളിലും സംരംഭങ്ങളിൽ വരെയും ആ മ്യൂസിക് കടന്നുകൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് വ്യാഖ്യാനങ്ങളുടെയും നിർവചനങ്ങളുടെയും വ്യത്യാസത്തിന്റെ പേരിലാണ്. അത് സൂക്ഷിക്കുന്നത് വേദഗ്രന്ഥമാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് യഹൂദികൾക്ക് നബിതങ്ങളോട് വല്ലാത്ത അരിശമായിരുന്നു. നബിതങ്ങളെ എങ്ങനെയെല്ലാം ആക്ഷേപിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം കുറ്റപ്പെടുത്താൻ പറ്റുമോ, എങ്ങനെയെല്ലാം തരം താഴ്ത്താൻ പറ്റുമോ, അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും യഹൂദികൾ ചെയ്യുമായിരുന്നു. അവര് നബിതങ്ങളെ റാഇന എന്ന് വിളിക്കുമായിരുന്നു. അറബിയിലെ റാഇന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഗണിക്കണമെന്നാണ്. ഹിബ്രു ഭാഷയിൽ അതൊരു ചീത്ത വാക്കായിരുന്നു. യഹൂദികൾ നബിതങ്ങളോട് ആ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത് നബിതങ്ങളെ ചീത്ത വിളിക്കലായിരുന്നു. പടച്ചവന് കൃത്യമായി കാര്യം മനസ്സിലായി. അല്ലാഹു ഇടപെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ളുന്നാ. ഏ സത്യവിശ്വാസികളെ, ഒരിക്കലും നിങ്ങൾ മുഹമ്മദിനോട് റാഇന എന്ന ഖിതാബ് ചെയ്യരുത്, അഭിസംബോധന ചെയ്യരുത്. വലാകിൻ ഉംറുന, നിങ്ങൾ പറയേണ്ടത് ഉംറുന എന്നാണ്. ഉംറുന എന്നതിന്റെ അർത്ഥം ഞങ്ങൾ പരിഗണിക്കുകയായിരുന്നു. അതാ യഥാർത്ഥത്തിൽ വ്യാഖ്യാനങ്ങൾ മാറുമ്പോൾ വലിയ പിഴവുകൾ സംഭവിക്കുകയാണ്. ഇവിടെ റാഇന എന്നതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉംറുന എന്നതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് അറബിയിൽ. ഹിബ്രു ഭാഷയിൽ പോകുമ്പോൾ റാഇന എന്ന പദത്തിന്റെ അർത്ഥം ചീത്ത വാക്കായി. നമ്മുടെ ഭൗതിക ലോകത്തിന് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഏതെങ്കിലും മകൻ ഉപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര വലിയ കുളിർമയും ആനന്ദവും സന്തോഷവും വാത്സല്യവുമാണ്. ഇതേ മകൻ തന്നെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഉമ്മാന്റെ ഭർത്താവേ എന്ന് വിളിച്ചു. ദേഷ്യം വരുവരത്തില്ല. അങ്ങനെ അടി കൊടുക്കുമ്പോഴാണെങ്കിൽ വീട്ടിൽ തന്നെ പുറത്താണ്. രണ്ടും പറഞ്ഞതൊന്നു തന്നെ. അപ്പൊ തഅബീറാത്തുകൾ എന്ന് പറയും വിശദാംശങ്ങൾ, ഓരോ പദങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്ന അർത്ഥങ്ങൾ, ആശയങ്ങൾ. ഇത് മാറുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലനം ചെറുതല്ല. ചെറിയ ഭൗതിക കാര്യങ്ങളിൽ വരെയും അതിന്റെ പ്രതിഫലനം വലുതാണ്. എങ്കിൽ ദീനിന്റെ അടിസ്ഥാനമാകുന്ന ആദർശത്തിൽ, ദീനിന്റെ കർമ്മ രൂപങ്ങളിൽ ഈ നിർവചനങ്ങൾ മാറിക്കഴിഞ്ഞാൽ എത്ര വലിയ കെടുതിയായിരിക്കും സംഭവിക്കും. നന്മ തിന്മയാകും, തിന്മ നന്മയാകും, നല്ല ആദർശം കെട്ട ആദർശമാകും, കെട്ട ആദർശം നല്ല ആദർശമാകും. ഇതിനെ സംരക്ഷിക്കുന്ന ആ വേദഗ്രന്ഥം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പേരുകളുടെ അർത്ഥങ്ങൾ അത് വികലമാക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും എന്നതുകൊണ്ട് തന്നെ അതിനെ തിരുത്തുകയുണ്ടായി. നബിതങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്തിന്റെ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവൻ മലക്കുൽ അംലാഖ് എന്ന് പേര് വെച്ചവനാണ്. മലക്കുൽ അംലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജാക്കന്മാരുടെയും അധിപതി. അബൂ സലമയുടെ മകൾ സൈനബിന്റെ പേര് ബറ എന്നായിരുന്നു, പുണ്യം ചെയ്യുന്നവൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബറ ബറ എന്ന് എല്ലാവരും വിളിക്കുമ്പോ അതൊരു പുകഴ്ത്തലായി തീരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തുസക്കു അൻഫുസകും, നിങ്ങൾ ഒരിക്കലും സ്വന്തം ശരീരങ്ങളെ ആത്മപ്രശംസ നടത്തരുത്. അതുകൊണ്ട് അവൾക്ക് സൈനബു എന്ന് പേര് വയ്ക്കുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ബറ എന്ന പേര് മാറ്റി അവൾക്ക് സൈനബു എന്ന പേര് വെച്ചു. റളിയല്ലാഹു അൻഹുവിന് ഒരു മകനുണ്ടായിരുന്നു, പേര് ആസിയ എന്നായിരുന്നു. ആസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐന് അലിഫ് സാദ് യാ ഹാ, പാപം പ്രവർത്തിക്കുന്നവൻ എന്നാണ്. റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ബൽ ഹിയ ജമീല, ഇവള് ജമീലയാണ്, അതുകൊണ്ട് അവളുടെ പേര് ജമീല എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുന്തിരിക്ക് കറം എന്ന പേര് നൽകിയിരുന്നത്, ഔദാര്യമുള്ളത് എന്നാണ്. ഹൃദയത്തിൽ ഔദാര്യമുള്ളവനാണ് കറം എന്ന് പറയുന്നത്. അത് കുടിക്കുന്നയാൾക്ക് ഹൃദയത്തിൽ കമനീയമായ ഒരു ആനന്ദവും കുളിർമയും ഉണ്ടാകും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മുന്തിരി തന്നെ അത് ലഹരിയായി കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഔദാര്യത്തിന് പകരം ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കറമ എന്നതിന് പേര് വെക്കരുത്, ഇനബു എന്ന് പേര് വെക്കാൻ വേണ്ടി.
ഇമാം ശാഫിഈ റളിയല്ലാഹു പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും കച്ചവടക്കാരനെ സിംസാർ എന്ന് വിളിക്കരുത്. സിംസാർ എന്നത് കച്ചവടക്കാരൻ എന്നാണ് എൻ്റെ അർത്ഥം. ഖുർആനിൽ അല്ലാഹു കച്ചവടക്കാരനെ താജിർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താജിർ എന്ന് വെക്കണം. ഇങ്ങനെ ഒരു പദം അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ നിർവചനങ്ങൾ, അതിന്റെ ആശയങ്ങൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ മാറുമ്പോൾ പല നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബുഖാരി ശരീഫിന്റെ റിവായത്താണ് നബി തങ്ങൾ പറയുകയുണ്ടായി, ലാ യഗ്രിബന്നകുമുൽ അറാബ്, നിങ്ങളെ ഒരിക്കലും അനറബികൾ കീഴ്പ്പെടുത്തരുത്. അനറബികൾ രാത്രിയുള്ള നിസ്കാരത്തിന് അത്തമത്ത് എന്ന പേര് വെക്കുന്നത്. നിങ്ങളെ ഇശാ എന്ന് തന്നെ ആ നിസ്കാരത്തിന് വിളിക്കണം. അത്തമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിന്റെ നിസ്കാരം എന്നാണ്. പക്ഷെ പേരുകൾ മാറുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പയെ നോക്കിയിട്ട് ഉമ്മാന്റെ ഭർത്താവെ എന്ന് വിളിക്കുമ്പോ ആശയം ഒന്നാണ്. പക്ഷേ ആ ഒരു പദപ്രയോഗത്തിലൂടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രതിഫലനം വല്ലാത്ത വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആദർശം, ലോകത്തുള്ള മുഴുവൻ മതവിശ്വാസികളിൽ ഞങ്ങൾ ശരിയായ ആദർശത്തിലെന്ന് വാദിക്കുന്നവരാണ്. ലോകത്തുള്ള മുഴുവൻ മതവിശ്വാസികൾ ഞങ്ങൾ ശരിയായ അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ആദർശത്തിനും കർമ്മങ്ങൾക്കും വേദഗ്രന്ഥങ്ങൾ കൃത്യമായ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളിലൂടെയാണ് ഈ നിർവചനങ്ങളെയും ഈ പദപ്രയോഗങ്ങളെയും സൂക്ഷിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ ശരിയായ ആദർശത്തിനും ദിശാബോധത്തിനും ശരിയായ കർമ്മപാതയിലൂടെ അവൻ സഞ്ചരിക്കുന്നതിനും കിതാബ് വളരെ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന്റെ ആദർശത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും വേദഗ്രന്ഥമാണ്. അതുപോലെ വേദഗ്രന്ഥം മാത്രം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം മാത്രമല്ല ഇറക്കിയത്. വേദഗ്രന്ഥം മാത്രം ഇറക്കിയിരുന്നു എങ്കിൽ ആ വേദഗ്രന്ഥത്തിന്റെ ഭാഷ പഠിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ഭാഷാ നൈപുണ്യം ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനങ്ങൾ, അവരവരുടെ സ്വാർത്ഥതകൾക്കനുസരിച്ചുകൊണ്ട് വേദഗ്രന്ഥത്തിനെ വിമർശിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥത്തിന്റെ കൂട്ടത്തിൽ മുഅല്ലിമുൽ കിതാബ്, വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ നിയോഗിച്ചയച്ചു. പ്രവാചകന്മാർ, ഉലമാക്കൾ. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ബൽ ഹുവ ആയാതുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലല്ലാലിമൂൻ ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ. ഈ വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായ വ്യക്തമായ സൂക്തങ്ങളാണ്. 6500 വരുന്ന സൂക്തങ്ങളുണ്ട്. ഈ സൂക്തങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നു. എന്താ പറയാ? അറിവ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് നാം നിക്ഷേപിച്ചിരിക്കുകയാണ്. അവരാണ് വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ വിശദീകരിക്കേണ്ടുന്നത്. അവരാണ് വേദഗ്രന്ഥത്തിൽ നിന്ന് ശരിയായ ആദർശങ്ങൾ മനസ്സിലാക്കി തരേണ്ടുന്നത്. അവരാണ് വേദഗ്രന്ഥത്തിൽ നിന്ന് ശരിയായ കർമ്മരൂപങ്ങൾ പഠിപ്പിച്ചു തരേണ്ടുന്നത്. അവരാണ് വേദഗ്രന്ഥത്തിൽ നിന്ന് അനുഷ്ഠാനങ്ങളെ മനസ്സിലാക്കി തരേണ്ടുന്നത്. ബൽ ഹുവ ആയാതുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിനാ. നമ്മുടെ ഈ സൂക്തങ്ങളെ നിഷേധിക്കുന്നവൻ അക്രമിയാണ്. അക്രമം പ്രവർത്തിക്കുന്നയാളിന് എത്ര വലിയ ഉസ്താദ് ഓതിയാലും അവൻ അംഗീകരിക്കും. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യദിനം വരെ മനുഷ്യന്റെ ഹിദായത്തിനും മനുഷ്യന്റെ തഅലീമിനും വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന 2 അടിസ്ഥാന ഘടകങ്ങളാണ് അൽ കിതാബു വ മുഅല്ലിമുൽ കിതാബ്. വേദഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ശരിയായ ഖുർആൻ മനസ്സിലാക്കിയവരാണ് സഹാബിമാർ. ആ സഹാബിമാരിൽ നിന്ന് ശരിയായ ഖുർആൻ മനസ്സിലാക്കിയവരാണ് താബിഈൻ.
ആ താബിഈങ്ങളിൽ നിന്ന് ശരിയായ ഖുർആൻ മനസ്സിലാക്കിയവരാണ് തബഅ താബിഈൻ. ഖുർആനിന്റെ ആശയം വികലമാക്കാൻ വേണ്ടി ഗ്രീക്ക് തത്വസംഹിതയെ കടമെടുത്തുകൊണ്ട് മുഅ്തസിലിയൻ വിപ്ലവം സ്വന്തമായി ആശയങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ആ ആശയങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി ഖുർആനിൽ നിന്ന് ഇസ്തിദ്ലാലുകൾ തെളിവുകൾ കണ്ടെത്തിയപ്പോൾ ഈ മുഅ്തസിലിയൻ വിപ്ലവത്തിൽ നിന്ന് വികലമായ ആദർശങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ സംരക്ഷിച്ചതും പണ്ഡിതന്മാരാണ്, ആലിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅ. അല്ലാഹു ഇൽമിനെ ഒറ്റയടിക്ക് ഉയർത്തൂല, വലാകിൻ യൻതസിഉഹു ബിഖബ്ദിൽ ഉലമാ. ഈ ഇൽമു ഖുർആനിന്റെ വിജ്ഞാനം വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും. എന്നാൽ അതിനെ ശരിയായി മനസ്സിലാക്കി അതിനെ ശരിയായി പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരില്ലാത്ത ദാരുണമായ അവസ്ഥ സംജാതമാകുമ്പോൾ ഓരോരുത്തരും മുക്തിയാകാൻ തുടങ്ങും. ഖുർആന്റെ അർത്ഥം നോക്കിക്കൊണ്ട് ഓരോരുത്തരും ഖുർആനെ വെച്ചുകൊണ്ട് നിരൂപണങ്ങൾ നടത്താൻ തുടങ്ങും. മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങും, ആദർശം പരിചയപ്പെടുത്താൻ തുടങ്ങും. എന്നതാക്കുമാണ് വിവിധങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇൽമിനെ ഉയർത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഒറ്റയടിക്ക് ഉയർത്തൂല, നേരെ മറിച്ച് ഉലമാക്കളുടെ റൂഹിനെ അല്ലാഹു എടുത്തുകളയും. നല്ല നല്ല പണ്ഡിതന്മാര് ദുനിയാവിൽ നിന്ന് യാത്രയാകും. ശരിയായ ദിശാബോധം നൽകുന്ന പണ്ഡിതന്മാരില്ലാതാകുമ്പോൾ ജനങ്ങൾ വിവരമില്ലാത്ത നേതാക്കന്മാരെ കൊണ്ട് നടത്തും. അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ദീനിന്റെ നിയമങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒരു കുറച്ചിലാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ആയത്തോതി തർക്കം പറഞ്ഞ് ചെയ്താ നിയമം എന്ന് പറയും. അതൊക്കെ ജീവിതങ്ങൾ പറയുകയാണ്, അവർ വഴികെട്ടു പോകും, അവരിലൂടെ ഈ പാവങ്ങളായ ജനങ്ങൾ വഴികെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹിദായത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ്. ഒന്ന് വേദഗ്രന്ഥങ്ങൾ, രണ്ട് മുഅല്ലിമുൽ കിതാബ്, വേദഗ്രന്ഥങ്ങളെ പഠിപ്പിച്ചു തരുന്ന അധ്യാപകന്മാർ. നമ്മൾ ഓരോരുത്തരും ശരിയായ ഖുർആൻ പഠിക്കണം, അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കണം. അതാരിൽ നിന്നായിരിക്കണം? ഖുർആനെ കുറിച്ച് ശരിയായ അവഗാഹവും പാണ്ഡിത്യവുമുള്ള, ഖുർആനിന്റെ വിജ്ഞാനം ശരിയായി നുകർന്നെടുത്ത പണ്ഡിതന്മാരിൽ നിന്നായിരിക്കും. സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.